ദൈവവചനത്തിന്റെ അധ്യയനത്തിനായി നാം ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്നു. ദൈവവചനത്തിൽ അനേക പ്രവചനങ്ങൾ അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രവചന വിഷയങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇസ്രായേലിനെ കുറിച്ചും ദൈവസഭയെക്കുറിച്ചും ലോകരാഷ്ട്രങ്ങളെ കുറിച്ചുമാണ് ദൈവവചനത്തിൽ കാണുന്ന എല്ലാ പ്രവചനങ്ങളും. ചില പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട പ്രവചനങ്ങൾ ചരിത്രമായി മാറിക്കഴിയുന്നു. എന്നാൽ അനേക പ്രവചനങ്ങൾ ഇനിയും പൂർത്തീകരിക്കപ്പെടുവാനുണ്ട്. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട പ്രവചനങ്ങളും ഇനി പൂർത്തീകരിക്കപ്പെടുവാനുള്ള പ്രവചനങ്ങളും നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക പ്രവചന വിഷയമാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. ഏകദേശം 215 വർഷത്തെ അടിമത്തത്തിന് ശേഷം മോശയുടെ നേതൃത്വത്തിൽ ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ കൊണ്ടുവന്ന് 40 വർഷം അവരെ അത്ഭുതകരമായി മരുഭൂമിയിൽ നടത്തി കനാൻ ദേശത്ത് എത്തിക്കുവാനിടയായി. കനാൻ ദേശത്തെ കുറിച്ച് നേരത്തെ തന്നെ അവർക്ക് കൊടുത്തിരുന്ന അറിവ് പാലും തേനും ഒഴുകുന്ന ദേശമെന്നായിരുന്നു. വളരെ സമൃദ്ധിയുള്ള ഒരു മനോഹരമായ ദേശത്തേക്ക് ദൈവം ഇസ്രായേൽ മക്കളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ ദേശത്ത് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ദൈവം മോശ മൂലം അവരോട് അറിയിച്ചതായ ഒരു പ്രവചന ഭാഗം നാം വായിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ ആ ദേശത്ത് ചെന്ന് അതിൻ്റെ സമൃദ്ധി അനുഭവിക്കുമ്പോൾ, നിങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്ത് വീടുകൾ ഉണ്ടാക്കി അതിൽ പാർക്കുമ്പോൾ, മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് നിങ്ങളെ കനാൻ ദേശത്ത് കൊണ്ടുവന്ന ദൈവമായ എന്നെ മറന്നുകളയരുത് എന്ന് വളരെ ഖേദകരമായി ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് നമ്മുടെ പഠനത്തിനായി, നമ്മുടെ ധ്യാനത്തിനായി ലേവ്യ പുസ്തകം അതിൻ്റെ 26-ാം അധ്യായം 18, 21, 24, 28 വാക്യങ്ങളാണ് നാം വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 18-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതെല്ലാം ആയിട്ടും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. 21-ാം വാക്യം, നിങ്ങൾ എനിക്ക് വിരോധമായി നടന്ന് എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം 7 മടങ്ങ് ബാധ നിങ്ങളുടെ മേൽ വരുത്തും. 24-ാം വാക്യം, ഇവയാലും നിങ്ങൾക്ക് ബോധം വരാതെ നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരോധമായി നടന്ന് നിങ്ങളുടെ പാപം നിമിത്തം 7 മടങ്ങ് നിങ്ങളെ ദണ്ഡിപ്പിക്കും. അതിന്റെ 28-ാം വാക്യം, ഇതെല്ലാം ആയിട്ടും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും ക്രോധത്തോട് നിങ്ങൾക്ക് വിരോധമായി നടക്കും. നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. ഇവിടെ ദൈവവചനത്തിൽ ദൈവത്തെ അനുസരിക്കാതെ പോയാൽ, ദൈവത്തെ അനുഗമിക്കാതെ പോയാൽ, ദൈവിക വഴികൾ വിട്ട് മത്സരികളായി തീർന്നാൽ ദൈവം അവരെ 7 മടങ്ങ് ശിക്ഷിക്കും എന്ന് ഒരു പ്രവചനമായി ഇവിടെ മോശ മുഖാന്തരം അവരെ അറിയിക്കുകയാണ്. ദൈവം അത്ഭുതകരമായി അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നു. മനോഹരമായ ദേശത്ത് അവരെ പാർപ്പിച്ചു. അവിടെ പാർത്ത് ഭക്ഷിച്ച് പാനം ചെയ്ത് സ്വന്തം ഭവനങ്ങൾ ഉണ്ടാക്കി അതിൽ പാർക്കുന്നതായ സമയത്ത്
മുൻപോട്ടുള്ള ജീവിതത്തിൽ ദൈവത്തെ മറക്കുവാൻ സാധ്യതയുണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് ദൈവത്തിന്റെ പൂർവജ്ഞാനത്തിൽ ദൈവം പറയുകയാണ്, അങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്ക് വലിയ ശിക്ഷണ നടപടികളിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. നിങ്ങൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ നിലവിളിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് അടിമത്വത്തിലേക്ക് പിന്നെയും പോകേണ്ടതായിട്ട് വരും എന്നൊക്കെ ദൈവം തമ്പുരാൻ അവരോട് പറയുകയാണ്. ഇവിടെ ദൈവം പറയുന്നതിന്റെ സാരം എന്നൊന്ന് ചോദിച്ചാൽ, ദൈവത്തെ ഉപേക്ഷിച്ച്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ആരാധനാക്രമം ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും എന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. ഈ അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, ബിംബമോ സ്തംഭമോ നാട്ടരുത്, രൂപം കൊത്തിയ യാതൊരു കല്ലും നമസ്കരിപ്പാൻ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയും അരുത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഇവിടെ നാം വായിക്കുന്നത്, യഹോവയായ ദൈവത്തെ ഉപേക്ഷിച്ച് മറ്റ് യാതൊരു രൂപങ്ങളോ ബിംബങ്ങളോ പ്രതിരൂപങ്ങളോ ഉണ്ടാക്കി ആരാധിക്കുവാൻ പാടില്ല, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് ദൈവം അരുളി ചെയ്യുകയാണ്. അങ്ങനെ ദൈവം അവരുടെ ദൈവമായിരുന്ന് അവരെ വഴി നടത്തി അത്ഭുതകരമായി അവരെ മരുഭൂമിയിൽ പോഷിപ്പിച്ച് കനാൻ ദേശത്ത് കൊണ്ടുവന്നാക്കിയതിനു ശേഷമായി ദൈവം തന്റെ ജനത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏക ആഗ്രഹം, അവർ ജീവിതകാലം മുഴുവൻ ദൈവത്തെ അറിഞ്ഞും ദൈവത്തെ അനുഗമിച്ചും ദൈവത്തെ ആരാധിച്ചും ആത്മീയരായി മുൻപോട്ട് പോകണം എന്നുള്ളതാണ്. നാം ദൈവത്തെ അറിയുന്ന ദൈവമക്കളായിരിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നാം ദൈവത്തെ സ്നേഹിച്ചും മാനിച്ചും ആരാധിച്ചും മുൻപോട്ട് പോകണം എന്നുള്ളതാണ്. ഇവിടെ ദൈവം പറയുകയാണ്, ചെയ്തില്ല എങ്കിൽ ഞാൻ നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. ഇതിന്റെ അർത്ഥം എന്താ? ഇവിടെ 7 മടങ്ങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ 7 times എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അതിൽ നിന്നും നമുക്ക് അർത്ഥം മനസ്സിലാകുന്നില്ല. ദാനിയേൽ പ്രവചനത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അവിടെ 7 times അല്ലെങ്കിൽ 7 കാലം എന്ന് പറഞ്ഞിരിക്കുന്നത് 7 വർഷമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 16, 23, 25 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നെബൂഖദ്നേസർ രാജാവിനെ ദൈവം ശിക്ഷിക്കുന്നതായ ആ ശിക്ഷണ നടപടിയെ കുറിച്ചും അതിന്റെ കാലാവധിയെ കുറിച്ചും പറയുന്നതായ ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 16-ാം ദാനിയേൽ പ്രവചനത്തിൽ അതിന്റെ 4-ാം അധ്യായം 16-ാം വാക്യത്തിലും 23-ലും 25-ലും നാം വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത്, അവന്റെ മനുഷ്യ സ്വഭാവം മാറി മൃഗ സ്വഭാവമായി തീരട്ടെ, അങ്ങനെ അവന് 7 കാലം കഴിയട്ടെ. 23-ാം വാക്യം, ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, വൃക്ഷത്തെ വെട്ടിയിട്ട് നശിപ്പിച്ചു കളയുകയും എങ്കിലും അതിന്റെ തായ്വേർ വയലിലെ ഇളം പുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ട് ബന്ധനത്തോടുകൂടെ ഭൂമിയിൽ വെച്ചേക്കുകയും അവൻ ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയട്ടെ, അവൻ 7 കാലം കഴിയുന്നത് വരെ അവന്റെ ഉപജീവനം കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരിക്കട്ടെ എന്നിങ്ങനെ പറയുന്നത് രാജാവ് കണ്ടുവല്ലോ. 25-ാം വാക്യം, തിരുമേനിയെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കി, തിരുമനസ്സിലെ വാസം കാട്ടുമൃഗങ്ങളോടുകൂടെയാകും,
തിരുമേനിയെ കാളയെപ്പോലെ പുല്ല് തീറ്റും. തിരുമേനി ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയും. മനുഷ്യരുടെ രാജത്വത്തിന്മേൽ അത്യുന്നതനായവൻ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് തിരുമനസ്സുകൊണ്ട് അറിയുന്നത് വരെ 7 കാലം കഴിയും. ഇവിടെ 7 times എന്നുള്ളത് ഈ പുസ്തകത്തിലെ അധ്യയനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത് 7 വർഷമെന്നാണ്. യഹൂദന്മാരെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 7 വർഷം എന്ന് പറയുന്നത് 2520 ദിവസങ്ങളാണ്. യഹൂദന്മാരുടെ ഒരു മാസത്തിന് 30 ദിവസവും അവരുടെ ഒരു വർഷത്തിന് 360 ദിവസങ്ങളുമാണ്. അങ്ങനെ 7 വർഷം എന്നുള്ളത് 7 ഗുണം 360 2520 ദിവസം. ദൈവവചനത്തിലെ പ്രവചനം നാം പഠിക്കുമ്പോൾ എസെക്കിയേൽ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങളും, സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിന്റെ 34-ാം വാക്യവും ഒത്ത് നാം വായിക്കുന്ന സമയത്ത് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു ദിവസം ഒരു വർഷം എന്നുള്ള കണക്കനുസരിച്ചാണ്. ദൈവം പ്രവാചകനോട് ഇസ്രായേൽ മക്കളുടെ അകൃത്യങ്ങൾ വഹിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ദിവസത്തിന് ഒരു വർഷം വീതം എന്ന് അവനോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ 2520 ദിവസം എന്ന് പറയുന്നത് അത്രയും വർഷങ്ങളാണ്. അപ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ ആരാധിക്കുവാൻ പോയി കഴിഞ്ഞാൽ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നത്, ഞാൻ നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. അതായത് 2520 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു നീണ്ട കാലാവധി അവരുടെ ശിക്ഷണ നടപടിയായി അവർക്ക് ലഭിക്കുമെന്ന് ദൈവം നേരത്തെ അവരോട് പറയുകയാണ്. ഈ പ്രവചനം വളരെ അച്ചട്ടായി പൂർത്തീകരിക്കപ്പെട്ടതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവജനങ്ങൾ പല പ്രാവശ്യം ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ ആരാധിച്ചപ്പോൾ അയൽ ദേശങ്ങളിൽ നിന്ന് രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും വന്നവരെ ആക്രമിക്കുകയും അവരെ ദുഃഖിപ്പിക്കുകയും ചെയ്തതായിട്ടും അവരെ നിലവിളിക്കുകയും ദൈവം അവരെ പിന്നീട് വിടുവിക്കുകയും ചെയ്ത ചരിത്രങ്ങൾ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വായിക്കുവാൻ കഴിയും. എന്നാൽ അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അവർ ദൈവത്തെ മാത്രം ആരാധിച്ച് ദൈവത്തെ അനുഗമിക്കണമെന്ന് അവരെ ഉത്ബോധിപ്പിക്കുവാൻ അനേക പ്രവാചകന്മാരെ ഇസ്രായേലിൽ ദൈവം എഴുന്നേൽപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏലിയാവ്, എലീശ, അങ്ങനെ അനേക പ്രാചീന കാലങ്ങളിലെ പഴയ കാലത്തെ പ്രവാചകന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കാലക്രമത്തിൽ ദൈവം മറ്റനേക പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുകയും സമയാസമയങ്ങളിൽ അവരുടെ പാപങ്ങളും അവരുടെ ദോഷങ്ങളും വിട്ട് അവർ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കണമെന്ന് അവരെ ഉത്ബോധിപ്പിക്കുവാൻ, അവരെ ഉപദേശിക്കുവാൻ ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പിൽക്കാലങ്ങളിൽ അനേക പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അതിൽ വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ദൈവം അവരെ എപ്പോഴും ആത്മീയ നിലവാരത്തിൽ മുൻപോട്ട് പോകേണ്ടതിന് ഉന്നതമായ ഒരു ആത്മീയ നിലവാരം പുലർത്തി ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കേണ്ടതിന് വേണ്ടി പ്രവാചകന്മാരെ ദൈവം ഉപയോഗിച്ചു. എന്നാൽ പലപ്പോഴും പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കാതെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടന്നതിന്റെ ഫലമായിട്ട് ഇസ്രായേൽ മക്കൾ പലപ്പോഴും ദുഃഖം അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ രാഷ്ട്രം രണ്ടായിട്ട് വിഭജിക്കുവാനിടയായി 10 ഗോത്രങ്ങളുള്ള ഇസ്രായേൽ രാഷ്ട്രവും 2 ഗോത്രങ്ങളുള്ള യഹൂദ രാഷ്ട്രവും
എന്നിങ്ങനെ വിഭാജിക്കപ്പെടുവാനിടയായി തീർന്നു. ആദ്യമായിട്ട് ഇസ്രായേൽ രാഷ്ട്രം 10 ഗോത്രങ്ങളുള്ള ഇസ്രായേൽ രാഷ്ട്രം ദൈവത്തെ ഉപേക്ഷിച്ചതിന്റെ ഫലമായി, അന്യദൈവങ്ങളെ സേവിച്ചതിന്റെ ഫലമായി അശൂർ രാജാവിനെ ദൈവം അവരുടെ അടുക്കിലേക്ക് അയക്കുകയും അവരവരെ അടിമകളാക്കി അശൂരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തതായിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. BC 721 ആ സംഭവം നടക്കുവാനിടയായി. അവർ ഒരിക്കലും സ്വദേശത്തേക്ക് മടങ്ങി വന്നതായി ദൈവവചനത്തിലോ മറ്റ് ചരിത്രങ്ങളിലോ എങ്ങും ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അവരെ ജാതികളുടെ ഇടയിൽ ചിതറിപ്പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എന്നാൽ യഹൂദ രാഷ്ട്രം, 2 ഗോത്രങ്ങളുള്ള യഹൂദ രാഷ്ട്രം കുറച്ചു കാലം കൂടെ സ്വദേശത്ത് ജീവിക്കുവാനിടയായി. എന്നാൽ അവരും ദൈവത്തെ ഉപേക്ഷിച്ചതിന്റെ ഫലമായി, ജാതികളുടെ ദൈവങ്ങളെ സേവിച്ചതിന്റെ ഫലമായി BC 606 ആഗസ്റ്റ് മാസം 4-ാം തീയതി നെബൂഖദ്നേസർ രാജാവിനാൽ ആക്രമിക്കപ്പെടുവാനിടയായി. ദൈവം നെബൂഖദ്നേസർ രാജാവിനെ യെരൂശലേമിലേക്ക് വരുവാനും ദൈവജനങ്ങളെ ആക്രമിക്കുവാനും അവരെ പീഡിപ്പിക്കുവാനും അവരെ പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകുവാനും അനുവദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ BC 606 യഹൂദന്മാരുടെ ശിക്ഷണ നടപടി ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യഹൂദന്മാരെ ദൈവത്തിന്റെ സ്വന്തം ജനം എന്നുള്ളതായ പദവിയിൽ നിന്ന് അവരെ ദൈവം തള്ളിക്കളയുകയും ജാതികൾക്ക് ലോകഭരണം കൈമാറുകയും ചെയ്യുന്നതായ ഒരു വലിയ ദുരന്തം, ഒരു ദുഃഖകരമായ കാര്യം BC 606 സംഭവിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവവചനത്തിലെ ഈ പ്രവചനം അനുസരിച്ച് BC 606 യഹൂദന്മാരുടെ ശിക്ഷണ നടപടി ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ BC 606 ആരംഭിച്ചതായ ഈ ശിക്ഷണ നടപടി 2520 വർഷത്തോളം നീണ്ടു നിൽക്കും എന്നാണ് 7 മടങ്ങ് എന്നുള്ള സംഖ്യ കൊണ്ട്, ആ പ്രയോഗം കൊണ്ട് ദൈവം അവരെ മനസ്സിലാക്കുന്നത്. അങ്ങനെ BC 606 നെബൂഖദ്നേസർ രാജാവിനാൽ 3 പ്രാവശ്യമായിട്ട് ഇസ്രായേൽ ജനത്തെ, യഹൂദ രാഷ്ട്രത്തെ ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആദ്യമായി BC 666 നെബൂഖദ്നേസർ തന്റെ സൈന്യങ്ങളുമായി വന്ന് യെരൂശലേമിനെ ആക്രമിക്കുകയും ഒരു കൂട്ടം യഹൂദന്മാരെ ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം രണ്ടാമത് BC 598 വീണ്ടും മടങ്ങി വരികയും അവരെ ആക്രമിക്കുകയും വേറെ ഒരു കൂട്ടം ആളുകളെ ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവസാനമായി BC 587 നെബൂഖദ്നേസർ യെരൂശലേമിൽ വരികയും യഹൂദന്മാരെ ആക്രമിക്കുകയും അവരെ പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് അവസാനത്തെ ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ സമയത്ത് യെരൂശലേം ദേവാലയം അവര് തീ വെച്ച് കത്തിച്ചു കളയുവാനിടയായി. യെരൂശലേം പട്ടണത്തെ നശിപ്പിക്കുവാനിടയായി. ദേശം ശൂന്യമായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആ സമയത്ത് ഒരു കൂട്ടം യഹൂദന്മാർ ബാബിലോണിലേക്ക് പോകുവാൻ മനസ്സില്ലാതെ യെരമ്യാ പ്രവാചകന്റെ നേതൃത്വത്തിൽ മിസ്രൈമിലേക്ക് ഇറങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏതായിരുന്നാലും ദൈവത്തിന്റെ വചനത്തിൽ ദൈവം പ്രവചനമായി വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞതായ ആ കാര്യം അന്ന് നിറവേറുവാനിടയായി. ഇസ്രായേൽ ദേശം ശൂന്യമായി തീർന്നു. എന്നാൽ ഈ ബാബിലോണിലെ അവരുടെ ശിക്ഷണ നടപടി 70 വർഷത്തേക്കായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. 70 വർഷം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും സ്വദേശത്തേക്ക് മടങ്ങി വന്നു. 3 പ്രാവശ്യമായിട്ട് പോയി. 3 പ്രാവശ്യമായിട്ട് 3 നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവർ യെരൂശലേമിലേക്ക് മടങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുവാൻ കാരണം എന്താണ്? അവർ ദൈവത്തെ ഉപേക്ഷിച്ചതിന്റെ ഫലമായിട്ടെന്ന് നമുക്ക് നേരത്തെ ചിന്തിക്കുവാൻ കഴിയും. ദൈവവചനം നാം പഠിക്കുമ്പോൾ
ഇസ്രായേൽ മക്കൾ 3 പ്രാവശ്യമായിട്ട് ത്രിയേക ദൈവത്തെ ഉപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പഴയ നിയമത്തിൽ ശൗലിന്റെ സമയത്ത് പിതാവായ ദൈവത്തെ അവർ ഉപേക്ഷിക്കുകയും അന്യ ജാതികളെ പോലെ അവരുടെ ഇടയിൽ രാജാക്കന്മാർ അവരെ ഭരിക്കേണ്ടതിനു വേണ്ടി രാജാക്കന്മാരെ ആവശ്യപ്പെടുകയും ചെയ്തു. രാജാക്കന്മാരെ ആവശ്യപ്പെട്ടപ്പോൾ പിതാവായ ദൈവത്തെ അവർ തിരസ്കരിക്കുകയായിരുന്നു. 1 ശമൂവേൽ 8:7 നമുക്കത് വായിക്കുവാൻ കഴിയുന്നു. ദൈവവചനം അവിടെ പറയുന്നത് അവർ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് രാജാവിനെ അവരുടെ ഭരണത്തിന് വേണ്ടി ആഗ്രഹിച്ചു എന്നാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ദൈവവചനം ഇവിടെ പറയുകയാണ് 1 ശമൂവേൽ 8-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ യഹോവ ശമൂവേലിനോട് അരുളിച്ചതെന്നാൽ ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കാം. അവർ നിന്നെയല്ല ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. അവർ അവരെ മിസ്രയീമിൽ നിന്ന് അത്ഭുതകരമായി വിടുവിച്ച്